നമ്മളെല്ലാവരും ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നവരാണ്. ഗൂഗിൾ ക്രോമിൽ ഒരുപാട് സെറ്റിംഗ്സുകൾ ഉണ്ട്. എന്നാൽ ഞാൻ ഇന്ന് കാണിക്കുന്ന ഈ സെറ്റിംഗ്സ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. കാരണം ഈ ഒരു സെറ്റിംഗ്സിന്റെ അകത്ത് നിങ്ങൾക്ക് പോയി നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ അലോ പെർമിഷൻ കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ബ്ലോക്ക് ചെയ്യുക. കാരണം അങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാകും. ഏതാണ് സെറ്റിംഗ്സ്, എവിടെയാണ് അതുള്ളത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ മുകളിൽ തന്നെ പെർമിഷൻസ് എന്ന ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പെർമിഷൻ കൊടുത്തതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ലൊക്കേഷൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ബ്ലോക്ക്ഡ് എന്ന ഭാഗത്ത് 3 എണ്ണം ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ ചിലപ്പോൾ അലോ എന്ന ഭാഗത്തായിരിക്കും ഈ 3 എണ്ണം ഉണ്ടാകുക. ഈ 3 അഡ്രസ്സും എനിക്ക് പരിചയമില്ലാത്തതാണ് എന്ന് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ ഞാൻ സന്ദർശിച്ചതായിരിക്കും, പക്ഷേ അത് അലോ പെർമിഷൻ കൊടുത്തതായിരുന്നു. ഞാനത് ബ്ലോക്ക് ലിസ്റ്റിലേക്ക് മാറ്റി. നമുക്ക് വേണമെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതുപോലെ ലൊക്കേഷൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരുപാട് അഡ്രസ്സുകൾ നിങ്ങൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അതൊക്കെ നിങ്ങൾ ബ്ലോക്ക് ലിസ്റ്റിലേക്ക് മാറ്റുക. മുകളിലത്തെ ഓപ്ഷനിൽ രണ്ടാമത്തെ ഓപ്ഷൻ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് കേട്ടോ. അത് തന്നെയാണ് കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് അടുത്ത ഓപ്ഷൻ നോക്കാം. ഞാനിപ്പോൾ ക്യാമറ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ താഴ്ഭാഗത്ത് വെബ്സൈറ്റിൻ്റെ ഓപ്ഷൻ ഒന്നും കാണുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. ഇനി മൈക്രോഫോൺ, ഇവിടെ 2 വെബ്സൈറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതും ഞാൻ ബ്ലോക്ക് ചെയ്തതാണ്. ഇതൊക്കെ പരിചയമുള്ളതും ഉണ്ടാകും, പരിചയമില്ലാത്തതും ഉണ്ടാകും. അത് പെർമിഷൻ അലോ ചെയ്തതായിരുന്നു, ഞാൻ ബ്ലോക്ക് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ചിലതിലൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണില്ല, പക്ഷേ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ നോട്ടിഫിക്കേഷനിൽ കണ്ടോ എത്ര വെബ്സൈറ്റാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ പെർമിഷൻ അലോ ചെയ്തതായിരുന്നു കേട്ടോ. ഇങ്ങനെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷനൊക്കെ ഓരോ വെബ്സൈറ്റിൽ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്യങ്ങളും അഡ്വർടൈസ്മെൻറ്റും അതുപോലെ തന്നെ അത് സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷനും കൊണ്ട് നിൽക്കാൻ സാധിക്കില്ല. കാരണം അത്രയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓരോ വെബ്സൈറ്റ് സന്ദർശിച്ചാലും ഇല്ലെങ്കിലും ഇൻ്റർനെറ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ. അപ്പോൾ ഓരോന്നോരോന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഓരോ വെബ്സൈറ്റിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകുന്നതാണ്. അത് ഓണിൽ വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇവിടെ ബ്ലോക്ക്ഡ് 23 വെബ്സൈറ്റാണ് ഞാനിപ്പം ക്ലോസ് ചെയ്തിട്ടുള്ളത്, അതായത് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം, മുകളിലെത്തത്. അത് നിർബന്ധമായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഓരോന്നും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നോട്ടിഫിക്കേഷനോ നിങ്ങളെ ശല്യപ്പെടുത്തുകയില്ല. ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഓപ്ഷൻ, ഇവിടെയൊന്നും വെബ്സൈറ്റിൻ്റെ ഓപ്ഷൻ കാണുന്നില്ല. ഈ 3 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. ഞാൻ നേരത്തെ കാണിച്ച ആ 3 എണ്ണമാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. താഴ്ഭാഗത്തൊന്നും അങ്ങനെ വെബ്സൈറ്റിൻ്റെ ഓപ്ഷനൊന്നും കാണുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ മൊബൈലിലും ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ വെബ്സൈറ്റിൻ്റെ ലിസ്റ്റുകൾ താഴെ അലോ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിടുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റിംഗ്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.